വെള്ളത്തെ ദൈവം വറ്റിച്ചു കളഞ്ഞാൽ, ഇല്ലാതാക്കി കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ആ വെള്ളം കൊണ്ടുവന്ന് തരാനുള്ളത് എന്നാ ചോദ്യം അല്ലേ? ആ വെള്ളത്തെ കുറിച്ച് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം എന്താ? മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളോട് ആരാ അങ്ങക്ക് മഴ ചൊരിഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ എന്ത് പറയൂ? പടച്ചോനാണ്. പക്ഷെ കേരളത്തിലെ ചില മുശ്രിക്കുകൾ പറയാണ് അത് മൊയ്തീൻ ശൈഖാണ്. ഞാൻ വെറുതെ പറയാ അല്ല, തെളിവില്ലാത്ത പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുന്നത് വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹിയാ ബിഹിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. ഖുർആന്റെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 63-ാമത്തെ സൂക്തമാണ്. വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചു നോക്ക് നബിയേ, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു വരുന്നത് ആരാണ്? വഅഹിയാ ബിഹിൽ അർള ബഅദ മൗതിഹാ, മഴ ചൊരിഞ്ഞേര് മാത്രല്ല അതുകൊണ്ട് ഭൂമിയെ മുളപ്പിക്കുന്നത് ആരാ? അപ്പൊ അബൂജഹൽ പറയും പടച്ചോനാണ്. എന്നാലേ ഖുതുബിയത്ത് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടില്ല നിങ്ങൾ? ഉണ്ടല്ലേ? എന്നാ കണ്ടോളി. നമ്മുടെ കേരളത്തിൽ SSF എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി, അവരുടെ ബുക്ക് സ്റ്റാൾ ഉണ്ട് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ്. അതിൽ നിന്നാണ് ഞാൻ കേട്ടോളേ. ഇതുണ്ടോ ഖുതുബിയത്ത്? ഇത് എഴുതിയത് PP പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഖുതുബിയത്ത്. ഇതിന്റെ 10-ാമത്തെ പേജ് ഞാൻ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോരുത് കേട്ടോ. ഈമാനുള്ളവനൊക്കെ തകർന്നു എന്ന് കേട്ടോളി. യാ കുതുബ അഹിലിസ് സമാഇ വൽ അർളി ഹൗസഹുമാ, എന്താ പറയുന്നറിയോ? ആകാശ ഭൂമിയുടെ ഖുതുബ് കേന്ദ്ര ബിന്ദുവും ഔസുമായ മഹാനവറുകളെ. ആരാ കൂട്ടരെ മൊയ്തീൻ ശൈഖ് ആകാശഭൂമിന്റെ ഖുതുബ നിങ്ങളോട് പറഞ്ഞു? ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പര് ആദം നബീനോട് വല്ലാണ്ട് കളിച്ച മനുഷ്യനാ ഇബ്ലീസ് എന്ന് പറയും അല്ലെ. ആകാശഭൂമിയുടെ ഖുതുബ് മൊയ്തീൻ ശൈഖാണ്. ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞു? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത സറാ എന്നാ പടച്ചോൻ പറഞ്ഞത്. ആകാശത്തിലും ഭൂമിയിലും അതിനിടയിലുള്ളൊക്കെ പടച്ചോന്റെതാണ്. ആഹാ, അള്ള പറയുന്നതിനെതിര് പറയാൻ ആരടാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ടോ തൊട്ടുതായ പറയാം, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് അടിവരടണം. ആകാശ ലോകത്തും അടിവരട്ട് കേട്ടോളൂ. ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ മൊയ്തീൻ ശൈഖ്. പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയുന്നത് എന്താണ്? മഴ ചൊരിഞ്ഞു വരുന്നത് മൊയ്തീൻ ശൈഖാണ്, അരുവികൾ ഒഴിക്കുന്നത് മൊയ്തീൻ ശൈഖാണ്. ഇനി ഖുർആനിലേക്കൊന്ന് മടങ്ങി വാ. അള്ള പറയാണ് ഞാനാണ് മഴ ചൊരിയണത്. അത് അബൂജഹൽ പറയാണ് ശരിയാണ് പടച്ചോനെ, ഇജ്ജ് തന്നെയാണ് മഴ തരുന്നത്. നമ്മളോ പടച്ചോനെ ഇജ്ജാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് മൊയ്തീൻ ശൈഖാണ്. അപ്പൊ ആർക്കാ ഡിഗ്രി കൂടുതൽ ശിർക്കിന്റെ കാര്യത്തിൽ? നിങ്ങൾ ക്ഷമിക്കണം. ആർക്കാ? ഇനി നോക്കൂ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞ വളരെ പ്രസക്തമായ പ്രൗഢമായ ചില ഭാഗങ്ങൾ. 71-ാം അധ്യായം സൂറത്ത് നൂഹ് 10 to 12 വരെയുള്ള സൂക്തം. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ അലം തറൂ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅല അശ്-ശംസ സിറാജാ വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. എന്ത് പദപ്രയോഗങ്ങളാണ് അവിടെ നൂഹ് നബി പറയണത് അറിയോ? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ശ്രദ്ധിക്കണം, പടച്ച തമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരും. ആര്? പടച്ചോ. മൊയ്തീൻ ശൈഖല്ല, മൊയ്തീൻ ശൈഖല്ല, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരും. എപ്പോ? നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ. അതാണ് മൊയ്തീൻ ശൈഖിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാലല്ല കേട്ടോ. പടച്ച തമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാപമോചനം തേടിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരും. പിന്നെയോ നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും. പിന്നെയോ നിങ്ങൾക്ക് അഭിവൃദ്ധികൾ നൽകും. പിന്നെയോ നിങ്ങൾക്ക് അവൻ അരുവികൾ ഒഴുക്കി തരും. അരുവികൾ ഒഴുക്കി തരുന്ന ആരാ? പടച്ചോനാണെന്ന് ഖുർആൻ.
പ്രവാചകന്മാര് പറയുന്നത് പടച്ചോനാണ്. ഖുതുബിയത്തിൽ പാറന്നൂർ ബി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയുന്നത് മൊയ്തീൻ ശൈഖാണ്. നമ്മൾ ഏത് സ്വീകരിക്കണം? അടിസ്ഥാനപരമായി സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുക. അവിടെ നമ്മൾ ഏത് സ്വീകരിക്കണം? ആലോചിച്ചു നോക്കൂ. ഒന്ന് എഴുതി കണ്ടോ നിങ്ങള്? ഏറ്റവും ലേറ്റസ്റ്റ് 2005 മെയ് മാസം 16 to 31 സുന്നി വോയിസ്. ഇതാരാ? ശൈഖുന ശൈഖുസ്സമാൻ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, വന്യവയോധികനായ പണ്ഡിത കേസരി അല്ലേ? ഈ സുന്നി വോയിസിൽ ഖുതുബിയത്തിനെ കുറിച്ചും വൈദിമാലയെ കുറിച്ചും ത്വരീഖത്തിനെ കുറിച്ചും ഒരു ലേഖനം. അതിൽ ഖുതുബിയത്തിന്റെ ഓദറായ സദഖത്തുല്ലാഹിൽ ഖാഹിരി കാൽപട്ടണം കണ്ടേ? സദഖത്തുല്ലാഹിൽ ഖാഹിരി തറയിട്ടാൽ ഹസൻ സക്കാഫി എഴുതിയ ലേഖന. ഈ ലേഖനത്തിൽ നിന്ന് ഒരു പ്രസക്ത ഭാഗം ഞാൻ വായിച്ചുതരാ. എന്നിട്ട് ദീനുണ്ടോ അല്ലേ, ഇത് ദീനാണോ അല്ലേ, സുന്നി മുജാഹിദ് അല്ലട്ടോ പറയുന്നത്, ദീനാണോ അല്ലേ നിങ്ങൾ ചിന്തിച്ചോളി കേട്ടോ. അവിടെ എവിടെ? കായൽപട്ടണത്ത്. അവിടെ മഹാനവർകൾ ദർസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, അടിവരയിടണം. മഴ വേണമെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. അടിവരണ്ട ഓരോ പോയിന്റാണ് പറയും. മഴ വേണം എന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു കേട്ടോ. അദ്ദേഹം മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയും, ശ്രദ്ധിക്കണേ, പടച്ചോനില്ലട്ടോ, ഡയറക്റ്റ് ആയിട്ട് മീകായിലിനോട് ശ്രദ്ധിക്കണം. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയും മഴ വർഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ പരാമർശത്തിൽ ഇസ്ലാമിക വിരുദ്ധമായി എന്തൊക്കെ ഉണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കത് ദീനാണോ, ദീനല്ലേ, മതത്തിലുള്ളതാണോ, റസൂല് പഠിപ്പിച്ചതാണോ, സഹാബികൾ കണ്ടതാണോ എന്ന് പരിശോധിക്കാം. അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ജനങ്ങൾ അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് പറയുന്നത് മഴ വേണമെന്നാ. അത് തന്നെ തെറ്റാ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വ്യക്തിയോട് മഴ ചോദിക്കുന്ന അനുഭവമല്ല. പിന്നെയോ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്, അല്ലേ? അല്ലേ? അതാണ് ദീൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഴയില്ലാത്തൊരു കാലം വന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യാം. അബൂ സുഫിയാൻ ശത്രുപക്ഷത്താണ്. അപ്പൊ അബൂ സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, താങ്കളെ നബിയായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങണേ. നമ്മുടെ കുടുംബക്കാരൻ, സംഗതി ആദർശപരമായ വിയോജിപ്പുകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ മുഹമ്മദേ, നാട്ടിൽ മഴയില്ല, ആകെ ഫസാദിലാണ്. അതുകൊണ്ട് നീ നിന്റെ പടച്ചോനോട് മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അബൂ സുഫിയാൻ പോലെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ മഴയണമെന്നല്ല, നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആ മിനിമം അന്നത്തെ കാലത്ത് അബൂ സുഫിയാന്റെ ഈമാനെങ്കിലും ഇന്നത്തെ കൗമിന് വേണ്ടേ? അതുണ്ടോ? മാത്രമല്ല, ഇനി ഇദ്ദേഹം ചെയ്ത പണി എന്താ? മീകായിലോട് നേരിട്ട് ചോദിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് വളരെ വിനയത്തോട് ചോദിക്കുക, മഴ ഇല്ലാതായ ഒരു നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി, അറിയില്ലേ നിങ്ങൾക്ക്? അതെന്താ വേണ്ടത്? നാട്ടിൽ മഴ ഇല്ലെങ്കിൽ അവിടെ നിസ്കാരം സംഘടിപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള നല്ലൊരു ആലിമിനെ, ആബിദിനെ ഇമാമത്ത് നിർത്തി അയാൾ പടച്ചോനോട് പ്രാർത്ഥിക്കുക. അതാണ് ഇസ്ലാമിന്റെ രീതി. ഇവിടെ എന്താ ഉണ്ടായത്? മീകായിലിനോടാണ് മഴ ചോദിക്കുന്നത്. മീകായിലോ നിസ്കരിക്കാൻ പറയല്ല. മീകായിൽ ഒരു മുസ്ലിമാണ്. അയാൾ എന്താ ചെയ്യാ? വരി, ഞാൻ മുഹമ്മദ് നബിന്റെ ആളാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നിസ്കരിക്കാനാണ്, ഞാൻ നിങ്ങൾക്ക് ഇമാമത്ത് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, വരൂ എന്നല്ല പറയാ. നേരിട്ട് മീകായിലിനോട് തേടി. അപ്പൊ പടച്ചോൻ ഒഴിവാക്കുന്ന ഒരു സമുദായം കണ്ടെങ്കിൽ, പടച്ചോനോട് ഇത്ര വെറുപ്പുള്ള ഒരു സമുദായം ഇവരെ പോലെ ഭൂമിയിൽ വേറെ ആരും. ഭയങ്കര വെറുപ്പാണ് പടച്ചോനോട്. പടച്ചോനെ പറ്റി മാത്രം പറഞ്ഞാൽ കുലൂബുല്ലദീന, അള്ളാഹുവിൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. അത് സത്യ അല്ലെ? പടച്ചോനെ ഒഴിവാക്കാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ നേരിട്ട് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഴക്ക് തേടുക. മീകായിൽ മഴ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് അത്രേ. മൂപ്പരെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ മീകായില്. മഴ കൊടുക്കുക അറിയുമ്പോ മഴ കൊടുക്കാൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കീഴ്വഴക്കുണ്ടോ? പ്രമാണങ്ങളുടെ വെളിച്ചത്ത് തെളിയിക്കാൻ പറ്റുമത്? മാത്രമല്ല, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ നടത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, മഴയില്ല, കഷ്ടപ്പാടാണ്, പ്രയാസാണ്, നൊമ്പരാണ് എന്നൊക്കെ പറഞ്ഞു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പടച്ചോനോട് എന്ന് പറഞ്ഞു, അല്ലേ? അതാ ഇസ്ലാമിന്റെ രീതി. എന്നിട്ട് നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് മഴ കൊടുക്കാൻ, പടച്ചോനോട്. ഇവിടെയോ സുന്നി വോയിസ് പറയണേ മീകായിലിനോട് ചോദിച്ചു, പടച്ചോനെ ഒഴിവാക്കി. ഇങ്ങനെ പടച്ചോനോട് വെറുപ്പുള്ള ഒരു സമുദായം, പടപ്പുകളെ സ്നേഹിക്കുന്ന ഒരു സമുദായം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഖുർആനിലെ ഒരു ആയത്താ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 165-ാമത്തെ ആയത്ത്.
മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, വല്ലാത്തൊരായത്താട്ടത്, ശരിക്ക് ശ്രദ്ധിച്ചോ. വമിനന്നാസി, മനുഷ്യരിലുണ്ട് ചില ആളുകൾ, മയ്യത്തഖിദൂ മിൻ ദൂനില്ലാഹി അന്ദാദാ, മയ്യത്തഖിദൂ മിൻ ദൂനില്ലാഹി അന്ദാദാ. പടച്ചോനെ സ്നേഹിക്കുന്ന പോലെ പടപ്പുകളെ സ്നേഹിക്കുന്ന ചില ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്, അല്ലേ? എന്നിട്ടോ അവര് പടച്ചോനെ സ്നേഹിക്കുന്ന പോലെ പടപ്പുകളെ സ്നേഹിക്കുന്നു. പക്ഷേ അല്ലാഹു പറയാണ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾക്ക് ഏറ്റവും കഠിനമായ സ്നേഹം പടച്ചോനോടായിരിക്കും. എന്തൊരു വാക്കാണ് ഈ പറയുന്നത്! പടച്ചോനോട് വലൗ യറല്ലദീന വലമു ഇത് യറൗനൽ അദാബ് അന്നൽ ഖുവത ലില്ലാഹി ജമിആ. ഈ അക്രമികളായ ആളുകള് പടച്ചോന്റെ സിട്ട നേരിട്ട് കാണുമ്പോ അന്നവർക്ക് മനസ്സിലാവുന്ന എന്ത്, ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റായി പോയി, ശിർക്കായി പോയി, ബഹുദൈവത്വമായി പോയി എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന. അപ്പൊ സുന്നി വോയിസ് പറയുന്ന 2005 മെയ് മാസത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പോലും കൊടുത്തിട്ടുള്ളത് പച്ചയായ ശിർക്കാണ്. എന്താ ശിർക്ക്? മഴ മീക്കായിലിനോട് തേടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നബിയെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. നിങ്ങൾക്കറിയാം ബദർ യുദ്ധം, ബദർ യുദ്ധത്തിൽ നബിയെ, സഹാബികളെ, മുസ്ലിങ്ങളെ 1000 പ്രത്യേക അടയാളമുള്ള മലക്കുകൾ സഹായിച്ചു എന്ന് പറയുന്നു ഖുർആൻ 8-ാം അധ്യായം 9-ൽ. അതുപോലെ സൂറത്ത് ബഖറയിലും വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ, അല്ലേ? ബദർ യുദ്ധത്തിൽ നിങ്ങളെ സഹായിച്ചു. എങ്ങനെ? 1000 തുടരെയുള്ള മലക്കുകളെ കൊണ്ട് സഹായിച്ചു. ഇത് കണ്ട് ബോധ്യപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ എന്തേ മലക്കുകളോട് തേടാതിരുന്നത്? ഖന്തക്കിൽ എന്തേ മലക്കുകളോട് തേടാതിരുന്നത്? ഖന്തക്ക് തേടിയില്ല എന്ന് മാത്രമല്ല, പടച്ചോനോട് പറയാ. എന്താ പറയണേ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതുൽ അഖ്ദാമ ഇല്ലാ കൈനാ ഇന്നൽ ലുലാ ഖദ്ബഹു അലൈനാ വഇന്ന റാദു ഫിത്നതൻ ബൈനാ. അല്ലാഹുമ്മ ലൗലാ, അല്ലാഹുവേ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സദഖ കൊടുക്കുമായിരുന്നില്ല. അതുകൊണ്ട് പടച്ചവനെ, ഫഅൻസിലൻ സകീനതൻ അലൈനാ, നീ ഞങ്ങൾക്ക് സക്കീനത്ത് ഇറക്കി തരണേ. വസബ്ബിതുൽ അഖ്ദാമ ഇല്ലാ കൈനാ, ഞങ്ങളുടെ കാൽപാദങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തണേ. പ്രാർത്ഥന ആരോടാ? പടച്ചവനോട്. നമ്മളാളുകളോ എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത്. ആരോട്? എന്റെ അവലംബമേ, എന്റെ ആശ്രയമേ എന്ന് പറയുന്ന മൊയ്തീൻ ശൈഖിനോട്, തങ്ങന്മാരോട്, ബീബിമാരോട്. ചില മുസ്ലിയാക്കന്മാര് പ്രസംഗം തുടങ്ങി എന്നെ മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചോണ്ടാ. പക്ഷെ മൂസാ നബീനെ ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേച്ചപ്പോ മൂസാ നബി പ്രാർത്ഥിച്ചേ പടച്ചോനോടാ. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 25 മുതൽ 28 വരെയുള്ള സൂക്തമാണ്. ഖുർആനാണ് നമുക്ക് തെളിവ്, ഹദീസാണ് നമുക്ക് തെളിവ്, പ്രവാചകന്റെ പാതയാണ് നമുക്ക് തെളിവ്. ആ വഴി വിട്ടിട്ട് വേറൊരു വഴി സ്വീകരിച്ചാൽ അവിടെ അല്ലാഹു പറയുന്നത് നുവല്ലിഹി മാ തവല്ലാ, തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്ക് നയിക്കും. വസാഅത് മസീറാ വമൻ യുശാഖിഖിർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഖ്ബിരീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 115-ാമത്തെ ആയത്താ. അതുകൊണ്ട് അപകടം വളരെ വലുതാ. അതുകൊണ്ടാ തുറന്ന് പറയുന്നത് നരകാണ്, ഉറപ്പാണ്. സഹോദര, ഇവിടെ ഒരു ഡൈനിങ് ടേബിളില് 2 ഗ്ലാസ് പാല് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് പാല്. ഒരു ഭാഗത്ത് സുന്നി പണ്ഡിതന്മാരുണ്ട്, ഒരു ഭാഗത്ത് മുജാഹിദ് പണ്ഡിതന്മാരുണ്ട്. അപ്പൊ സുന്നി പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും ഒരേ സ്വരത്ത് പറയണത്, റൈറ്റ് സൈഡിലെ ഗ്ലാസ്സിലെ പാല് നല്ല പാലാണ്, ശുദ്ധാണ്, കുടിക്കാം, ആർക്കും എതിരെ അഭിപ്രായമല്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഇടത് ഭാഗത്തെ ഗ്ലാസ്സിലെ പാലിനെ കുറിച്ച് സുന്നികളിൽ തന്നെ ഒരു വിഭാഗം
അതിൽ വിഷണ്ട്. ഒരു വിഭാഗം വിഷല്ല. മുജാഹിദുകൾ ഒന്നടങ്കം പറയുന്നു വിഷണ്ട്, അമ്പിയാക്കൾ ഒന്നടങ്കം പറയുന്നു വിഷണ്ട്, ഔലിയാക്കൾ ഒന്നടങ്കം പറയുന്നു വിഷണ്ട്. വിവരം എന്ന് പറഞ്ഞുള്ളോന് ഏതാ സ്വീകരിക്കുക? കാരണം വിഷമുള്ളത് കുടിച്ച് മൗത്തായിട്ട് പിന്നെ തിരിച്ചു തരാൻ ചാൻസ് ഇല്ല അല്ലോ. ഇല്ല. അപ്പൊ വിവരമുള്ളവരൊക്കെ എന്താ, നമ്മളെ പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ ഒരേ സ്വരത്ത് പറയണ ഈ ഗ്ലാസ്സിലെ പാലിൽ വിഷമില്ലാന്ന്. എന്നാ അത് കുടിച്ചാ പോരെ? അമ്പിയാക്കൾ മുഴുവൻ പറയുന്നത് ഞങ്ങൾ അള്ളഹാനോടാ പ്രാർത്ഥിച്ചത്. ഖുർആൻ മുഴുവൻ പറയുന്നത് അമ്പിയാക്കൾ എന്നോടാ പ്രാർത്ഥിച്ചത്. സുന്നികളും പറയുന്നത് മുജാഹിദുകളും പറയുന്നത് അമ്പിയാക്കളൊക്കെ അള്ളഹാനോടാ പ്രാർത്ഥിച്ചത്. എന്നാ പിന്നെ ചെറുത്താന്റെ വഴി വിട്ട് റസൂലിന്റെ വഴി പോരെ? ഇബ്ലീസിന്റെ വഴി ഒഴിവാക്കിയിട്ട് അമ്പിയാക്കളെ വഴി പോരെ? നാളെ മത്സരയിൽ വന്നിട്ട് പടച്ചോൻ ചോദിക്കുക, അല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ എവിടെ? പടച്ചോനെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. എവിടെ ഞങ്ങളുടെ നേതാവ്? ഇതാ ഷെയ്ഖുന ഞങ്ങളുടെ നേതാവ്. നിങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവ്. ഇതാ മെലിഞ്ഞ് എല്ലി ഒട്ടിയാണെങ്കിൽ കറുത്തൊരു മനുഷ്യ ഏതാ നിൽക്കണ? നിങ്ങളെ രണ്ടു കൂട്ടരെ നേതാക്കന്മാരല്ലേ? നിങ്ങൾ എന്തായിരുന്നു ഇത്രയും കാലം പറഞ്ഞേ? പടച്ചോനെ ഞങ്ങള് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞേ. നിങ്ങൾ ഏത് പ്രസ്ഥാനം? ഞങ്ങൾ വഹാബികൾ എന്നാണ് വിളിക്കുക. മുജാഹിദുകൾ എന്നൊക്കെ പറയും. ജനങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ച് വഹാബികൾ എന്ന് വിളിക്കും. ഞങ്ങളെ മുജാഹിദ് എന്ന് വിളിക്കും. നിങ്ങളോ? ഞങ്ങള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നാ ഞങ്ങൾ പറയണേ. ഇതേ ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ സുന്നികളാ. ഓഹോ, നിങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. ശരി, നിങ്ങൾ രണ്ടാൾ കുറച്ചു നേരം ഇടക്കിട്ടോ. പടച്ചോനൊരു ചോദ്യം, അല്ല സുന്നികളോട്, അല്ല കൂട്ടരെ നിങ്ങൾ അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ. ശരി, ഞാൻ പ്രവാചകന്മാരെ 1.25 ലക്ഷത്തോളം അമ്പിയ മുർസലീങ്ങളെ പറഞ്ഞു വെച്ചിരുന്നു. നിങ്ങൾക്കറിയാലോ? അതെ, 25 പ്രവാചകന്മാരെ ഖുർആനിൽ പറഞ്ഞു തന്നില്ലേ? ഉണ്ട്. അധിക നബിമാരുടെയും പ്രാർത്ഥന ഞാൻ ഉദ്ധരിച്ചിട്ടില്ലേ? ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഷെയ്ഖുന എന്നോടല്ലാത്ത വേറെ ആരോടെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കാന്തപുരത്തിനോട് ഒരു ചോദ്യം പടച്ചോനെ ഇല്ല. നിന്നോട് എന്നെ അമ്പിയാക്കൾ അന്നില്ലേ? അത് അംഗീകരിച്ചു അല്ലേ? ശരി. മുജാഹിദുകളെ നിങ്ങളെന്താ എന്നോട് മാത്രം പ്രാർത്ഥിച്ചേ? പടച്ചോനെ നീ അയച്ച മുഴുവൻ പ്രവാചകന്മാരും നിന്നോട് പ്രാർത്ഥിച്ചു. നിന്റെ ഔലിയാക്കളൊക്കെ നിന്നോട് പ്രാർത്ഥിച്ചു. മറിയം ബീവി നിന്നോട് പ്രാർത്ഥിച്ചു റബ്ബേ. ആസിയ ബീവി അടക്കം നിന്നോട് പ്രാർത്ഥിച്ചു റബ്ബേ. അതുകൊണ്ട് നിന്റെ പ്രവാചകൻ 1000 പ്രാർത്ഥന, ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. എല്ലാം നിന്നോടാണ് റബ്ബേ. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട്. മാത്രമല്ല നാഥ, നിന്നോട് പ്രാർത്ഥിച്ചില്ലേ നീ പരിഗണിക്കൂല എന്ന് നിന്റെ ഗ്രന്ഥത്തിൽ 25-ാം അധ്യായം 77 ഞങ്ങൾ കണ്ടു. മാത്രവുമല്ല റബ്ബേ, നിന്റെ ഗ്രന്ഥത്തിലെ 23-ാം അധ്യായം 117 ലാ ബുർഹാന ലഹു ബിഹി ഇലാഹൻ ആഖർ, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്കൊരു തെളിവില്ല എന്ന് ഞങ്ങൾ കണ്ടു റബ്ബേ. അതുകൊണ്ടാണ് ഞങ്ങള് കുടുങ്ങി. മാത്രമല്ല, ഈ സുന്നി സമൂഹം ഒരു ഭാഗത്ത്, മുജാഹിദ് സമൂഹം ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോ സുന്നി പാവപ്പെട്ട സാധാരണക്കാർ നോക്കൂ, എവിടെ നമ്മുടെ നേതാക്കന്മാര്? കാന്തപുരം ഇവിടെ ഉണ്ട്, പേരോടെ ഉണ്ട്, സുലൈമാൻ സക്കാഫി ഇവിടെ ഉണ്ട്, എല്ലാരെയും കാണുന്നുണ്ട്. പിന്നെ അവര് നോക്ക്, അമ്പിയാക്കൾ ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂടെ? അമ്പിയാക്കളുണ്ടോ? ഒറ്റ നബിമാരെയും കാണാനില്ല. ബേജാറായി. പിന്നെ നോക്കുമ്പോ പെരിങ്ങത്തൂർ ഒരു മുജാഹിദ് നമ്മൾ കല്ലെറിഞ്ഞു, മുഖമൊക്കെ അങ്ങനെ കൂടിയിട്ട് പരലോകത്ത്. അപ്പൊ ഓനെ നോക്കുമ്പോ ഏറി കിട്ടിയ രക്തം വലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. നോക്കുമ്പോ ഓന്റെ തൊട്ടടുത്ത് ആദൻ നബി, സുബ്ഹാനല്ലാഹ്, അപ്പുറത്താണ് നിൽക്കുന്ന നൂഹ് നബി. അൽഹംദുലില്ലാ. കുറച്ചും കൂടെ നോക്കുമ്പോ ഉലുൽ അസ്മിന്റെ എല്ലാ പ്രവാചകന്മാരും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിലുണ്ട്. ഇതെന്തൊരു പുതുമടാ! വഹാബികളെ കൂടെയാണല്ലോ നബി നിൽക്കുന്നത്. എന്താ വഹാബികളെ വാദം? അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മിനിമം സുന്നികളെ ഇങ്ങക്കൊരു കാര്യം ചിന്തിച്ചൂടെ? ഞങ്ങൾ ഈ സ്റ്റേജ് കെട്ടി പറയുന്നത് പടച്ചോനെ മാത്രം ആരാധിക്കണം എന്നാണല്ലോ. നിങ്ങളെ ആൾക്കാർ ഞങ്ങൾക്ക് മറുപടി അറിയാൻ വരുമ്പോ എന്താ പറയുന്നത്? പടച്ചോനല്ലാത്തോലെ ആരാധിക്കാന്നാണല്ലോ അല്ലേ? അപ്പൊ 2ാം നമ്പർ വർത്താൻ പറയാനാണല്ലോ നിങ്ങൾ ആൾക്കാർ വരുന്നത്. ഏതുപോലെ ഈ അങ്ങാടിയിൽ വന്നിട്ട് ഞാൻ പറയേണ്ടത് സ്വന്തം ഭാര്യയുമായി മാത്രം ബന്ധപ്പെടുക, അതാണ് മാനവികത എന്നറിയാം. പിന്നെ ഒരു മുസ്ലിയാർ വന്നിട്ട് പറയാം, അല്ല വേറെ ആൾക്കാരാകാം ഇവിടെ അനുവാദം ഉണ്ടെങ്കിൽ. എങ്ങനെ? അങ്ങനെ 2ാം നമ്പർ പറയുന്നവർക്ക് കാറും AC-യും ലോറിയും, ഓർക്ക് സലാത്ത് വാർഷികമൊക്കെ. അള്ളാനെ മാത്രം ആരാധിക്കണം, സ്വന്തം ഭാര്യയിൽ ബന്ധപ്പെടണം എന്ന് പറയുമ്പോൾ ധാർമ്മിക നിലവാരമുള്ളവനോ ഓന് കല്ലേറ് കൂക്കുവിളി. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ വല്ലാത്തൊരു പോക്ക് അല്ലേ? അപ്പോ മഴയ്ക്ക് വേണ്ടി പടച്ചോനോട് തേടണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. ഇനി എന്താ കൂട്ടരെ ശിർക്ക്? നമ്മുടെ മണ്ണാർക്കാട് മുഖാമുഖം വലിയ കോളിലക്കം സൃഷ്ടിച്ചൊരു മുഖാമുഖമായിരുന്നു അല്ലേ? അതിൽ പറയണെന്നറിയോ? മക്കയിലെ മുശ്രിക്കൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് വെറുതെ പറയാണ്. എന്ത് വെറുതെ പറയാണ്? അവർക്ക് വേറെ ഏതോ മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അല്ലാഹുവിലൊന്നും അവർക്ക് വിശ്വാസമല്ല. എന്നാ നിങ്ങൾ കേട്ടോളി, AP സുന്നി, EK സുന്നി ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് വെറുതെ നോക്കുക. ഇതുണ്ടോ മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട്? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, EK സുന്നി. ഇതിൽ നിന്നൊരു ഭാഗം കേട്ടോളൂ നിങ്ങള്. ഒന്നാമത്തെ ശ്രദ്ധിക്കണേ, മഹാന്മാരുടെ പേരിലായിരുന്നു അടിവരണം, സുന്നിയുടെ അടിവരണം. അത് നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട്
മഹാന്മാരുടെ പേരിലായിരുന്നു ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നത്. അല്ലാതെ ഹജറല്ലേ സജറല്ലേ കല്ലല്ലേ എന്നല്ല, മഹാന്മാരായിരുന്നു അവർ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഹിയ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്താ ഈ കെ സുന്നികൾ പറയുന്നത്? മഹാന്മാരുടെ പേരിലായിരുന്നു ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത്. മാത്രമല്ല കേട്ടോ, ചില അധികാരങ്ങളും അവകാശങ്ങളും ഈ മഹാന്മാർക്ക് അല്ലാഹു വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും കണ്ടോ. സ്വന്തം വകയല്ല, പടച്ചോൻ വിട്ടുകൊടുത്തതാ. എന്നിട്ടോ അതിനാൽ അവരുടെ വിഗ്രഹങ്ങളെ പൂജിച്ചാൽ ഈ വിഗ്രഹങ്ങളോ മഹാന്മാരോ അല്ലാഹുവിന്റെ അടുക്കൽ സ്വാധീനം ചെലുത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരും എന്നായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. എന്താ പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താന്നാ ഈ കെ പണ്ഡിതൻ പറയുന്നത്? അള്ളാന്റെ അടുത്ത് ഇവര് ഞങ്ങൾക്ക് അവകാശം നേടിത്തരും, ശഫാഅത്ത് നേടിത്തരും. അത് അവരുടെ വിശ്വാസമായിരുന്നു. മണ്ണാർക്കാട് മുഖാമുഖത്തില് സക്കാബിമാർ പറഞ്ഞെന്താ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, അതൊരു വേറെ പടച്ചോനായിരുന്നു. ആ അല്ലല്ല ഈ അല്ല ഈ അല്ലല്ല ആ അല്ലേ എന്നല്ലേ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ അങ്ങനെ ഒരു അള്ളാഹുവിനെ അവർ വിശ്വസിച്ചു. എന്നിട്ട് ഒരു വാചകം കൂടി കേട്ടോ, ഒരു ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത നിരീശ്വരവാദികൾ ഇന്ന് ധാരാളമുണ്ട്. അവരെ മുശ്രിക്കുകളെന്ന് വിശേഷിപ്പിക്കാമോ? ഇല്ല. എന്തുകൊണ്ട്? ഒന്നിലധികം ദൈവങ്ങൾ വിശ്വസിക്കുന്നവനാണല്ലോ മുശ്രിക്ക്. മുശ്രിക്കാണെ പടച്ചോല് വിശ്വസിക്കണോ? മുശ്രിക്കിന് അള്ളാഹുവിൽ വിശ്വാസമല്ല. അതിന്റെ അർത്ഥം എന്താ? പോസ്റ്റിംഗ് കാലി എന്ന് പറഞ്ഞ വർത്താനാണ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാലി പറഞ്ഞാൽ ഒന്നിനാണല്ലോ. പോസ്റ്റിംഗ് കാലി എന്ന് പറയും. മുശ്രിക്കിന് അള്ളാഹുവിൽ വിശ്വാസമല്ലാതെ കൂട്ടരെ മുശ്രിക്ക് എന്നുള്ള പാത്തിന്റെ അർത്ഥം അറിയില്ല കൗമിന്. ചെങ്ങായി മുശ്രിക്ക് തന്നെ പടച്ചോല് വിശ്വസിക്കുന്നവനാ, എന്നിട്ട് പങ്കുചേർത്തവൻ. മനസ്സിലായില്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവനിൽ പങ്കുചേർത്തവൻ. ഖുർആനിലെ ഒരു ആയത്ത് കേട്ടോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 106-ാമത്തെ ആയത്ത്. മനുഷ്യരിൽ അധികം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ? അവനിൽ പങ്കു ചേർത്തുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഈ ആയത്തിനുണ്ടായ ഒരു പശ്ചാത്തലം കൂടെ പറയാം. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗസ്ഥനാണെന്ന് നബി തിരുനാവ് കൊണ്ട് പറഞ്ഞ സഹാബിയ. ആ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് ദീന് പഠിച്ച മഹാനായ സഹാബി. അദ്ദേഹം ഒരു രോഗിനെ ചെന്ന് കണ്ടു. അപ്പൊ രോഗിന്റെ കയ്യിൽ ഒരു ചരട് മന്ത്രി ചുതി കെട്ടി. ആ സമയത്ത് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഓതിയ ആയത്തേതറിയോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. പടച്ചോൻ അധികം ആളുകൾ വിശ്വസിക്കുന്നില്ല ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. ഈ ഞാൻ ചിന്തിച്ചത് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു കേരള നേതൃത്വത്തിൽ അതിന്റെ ജനറൽ സെക്രട്ടറിയാ? അല്ല. അല്ലേ? അല്ല. അപ്പൊ അവര് മനസ്സിലാക്കിയിട്ടുണ്ട് ചരട് കെട്ടൽ ശിർക്കാണ്. അതുകൊണ്ട് ആയത്ത് ഓതി കൊടുത്ത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇതിന്റെ വകയല്ല, പാളക്കിതാബ് ഉദ്ധരിച്ചതുമല്ല, അൽമനാറിൽ വെട്ടിമാറ്റിയതുമല്ല, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാ. പരിശോധിച്ചു. ഇനി നോക്കൂ, ഇതേ സംഗതി തന്നെ ഉദൈവത്തുള്ള അദ്ദേഹത്തോട് നിങ്ങൾ ഇങ്ങനെ മരിക്കുകയാണ്, കാഫറായിട്ടാ മരിക്കുക. അതുകൊണ്ട് മാറ്റണം. അതുകൊണ്ട് ചരട് കെട്ടിയവരോടൊക്കെ അത് കഴിച്ചിടാൻ പറയണം. തബ്ലീഗ് ജമാഅത്തുകാരൊക്കെ ഉണ്ട്, ചരട് ഏതായാലും കെട്ടിക്കോട്ടോ, നിസ്കാരമൊക്കെ നടത്തിയിട്ട് മതി. ചെങ്ങായി നിസ്കാരം സ്വീകരിക്കണോ ചരട് കഴിച്ചിടണോ? അവന്റെ നിസ്കാരം പാത്തില്ല. ശിർക്ക് ചെയ്തുകൊണ്ടിടത്തേ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നു. നിസ്കരിച്ചിരുന്ന കാര്യം ആദ്യം തൗഹീദ് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ 10 ആൾ വന്നു. 9 ആളിൽ നബി ബൈഅത്ത് ചെയ്തു. 10ാമത്തോന്റെ അടുത്ത് നബി കൈ വലിച്ചു. സാബിള് ചാന്ത നബിയെ 10ാമത്തോന് പറ്റൂല ആ കയ്യിന്ന്. നബി പറഞ്ഞത് തൗഹീദ് സ്വീകരിച്ച കയ്യ. ഇത് ശിർക്ക് ചെയ്താൽ കുറച്ച് പ്രയാസമുണ്ട്. മൂപ്പരെ കയ്യിൽ ഒരു ചരടുണ്ട്, അതങ്ങോട്ട് അയച്ചിട്ടാ കൊടുക്ക കൈ, എന്നിട്ട് തൗഹീദ് സ്വീകരിക്കട്ടെ. ആ കെട്ട് അങ്ങോട്ട് പൊട്ടിച്ചെറിഞ്ഞതിന് ശേഷമാണ് നബി കൈ കൊടുത്തത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് പറയാറില്ല, പ്രവർത്തിക്കാറില്ല ആളുകൾ. മുജാഹിദ് പ്രസ്ഥാനം അത് കൃത്യമായി പറയുന്ന ജനങ്ങളും. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം. ഇനി നോക്കൂ, ഇതൊക്കെ അവർ അള്ളാഹുവിനോട് വിശ്വാസമുണ്ട്. ഇനി നോക്കൂ, വലയിൻ സഅൽതഹും, അവരോട് ചോദിച്ചു നോക്കൂ നബിയെ, ശഖറ ശംസ വൽ ഖമർ, സൂര്യനെ ചന്ദ്രനെ അധീനപ്പെടുത്തിയതാരാ? ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? അവരല്ലാഹു ആണ് എന്നവർ പറയും. ഖുർആനിലെ ഏതാനും ആയത്ത് കേട്ടോ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവിടെ അല്ലാഹു പറയുന്നത് എന്താ അറിയോ? 39-ാം അധ്യായം 3-ാമത്തെ സൂക്ത. 39-ാം അധ്യായം 3-ാമത്തെ സൂക്ത. അതിൽ പറയുന്നത് എന്താ അറിയോ? ഈ ആളുകൾ അള്ളാഹുവിന് പുറമേ ഉള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോ അവര് പറഞ്ഞ എന്താ? ഇബാദത്ത് ചെയ്തപ്പോ അള്ളാഹിന്റെ അടുത്തേക്ക് ഇവര് ഞങ്ങളെ അടുപ്പിക്കുന്ന, പടച്ചോന്റെ അടുത്തേക്ക് ഇവര് ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കില്ല മുഖ്ലിസീനലും, പടച്ചോന്റെ അടുത്തേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാനല്ലാതെ. എന്തുള്ള പടച്ചോന്റെ അടുത്ത്, അതാണ്. അത് ഖുർആൻ എത്രയോ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭാഗം കേട്ടോളൂ നിങ്ങള്.
വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 18-ാമത്തെ സൂക്തമാണ്. ഒരു ഉപകാരം ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ ആളുകളെ ആരാധിച്ചിട്ട് അവർ പറയുമെന്ത്? ഇവര് ഞങ്ങൾ അള്ളാന്റെ അടുത്ത് ശുപാർശകരാണ്. എന്തല്ലാ, പടച്ചോന്റെ അടുത്ത്. പടച്ചോൻ അവർ ഒഴിവാക്കിയിട്ടില്ല, അള്ളത് അംഗീകരിക്കുക ചെയ്തു. നന്നായിട്ട് മനസ്സിലായിക്കൂടെ? അപ്പോ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചോന്റെ അടുത്തേക്ക് ഈ മഹാന്മാരെ ഞങ്ങൾ അടുപ്പിക്കും. അതാ ശിർക്ക്. മണ്ണാർക്കാട് മുഖാമുഖത്തിൽ 6 മണിക്കൂർ സുന്നി പണ്ഡിതന്മാരോട് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അത് പറയുമ്പോൾ റസൂലുള്ളാഹി പറയും ഖത്ത് മതി 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 മതി, അവിടെ നിർത്തിക്കോ അറിയും. ബാക്കി നിങ്ങൾ പറയല്ലേ എന്നും പറയും. ബാക്കി എന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, ഇല്ലാ ശരീകൻ ഹുവ ലക, പടച്ചോനെ നിനക്ക് ചില പങ്കുകാരുണ്ട്, അത് നീ ഉടമപ്പെടുത്തിയതാണ്. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ അവർക്ക് കൊടുത്തതാണ്, നിന്റെ ഉടമസ്ഥതയുള്ളതാണ്. ഉണ്ടോ? മക്കയിൽ അബൂജഹൽ ഉത്ബത്ത് ശൈബത്തും ഒക്കെ പറഞ്ഞെന്താ? പടച്ചോനെ നീ കൊടുത്ത കഴിവാണ്. നമ്മുടെ സുന്നികൾ പറയുന്നെന്താ? പടച്ചോൻ കൊടുത്ത കഴിവെന്നാണ് അല്ലേ? പടച്ച തമ്പുരാൻ കൊടുത്ത കഴിവെന്നാണ്. ഏറെ രസകരമായ സംഗതി, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചില സംഗതി എന്തറിയോ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് മിഹ്റാബിൽ അല്ലാഹു ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു. അറിയാലോ നിങ്ങൾക്ക്? ഇത് കാണാറുണ്ടായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കൽ സക്കരിയ നബി വന്നപ്പോ മിഹ്റാബില് പള്ളിന്റെ മിഹ്റാബില് പെമ്പർന്നോള്. സുബ്ഹാനല്ലാഹ്. അന്ന് സക്കരിയ നബി മുജാഹിദ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പള്ളിയിൽ പോകാം. അന്ന് ഖുറാഫികളില്ല. അതുകൊണ്ട് മറിയം ബീവി പള്ളിയിലായിരുന്നു. അള്ളത് പറഞ്ഞല്ലോ, അറിയില്ല നിങ്ങൾക്ക്? ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 36, 37, 38, 39, 40, 41, 42 സൂക്തങ്ങൾ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു 43-ാമത്തെ ആയത്തിലെ, മറിയമേ അവിടെ സുജൂദ് റുക്കൂഉം നിർവഹിക്കുന്ന ആളുകളുടെ കൂടെ നീയും സുജൂദ് റുക്കൂഉം ചെയ്തോ. പടച്ചോൻ പറയാ ഉള്ളിന്റെ ഒറ്റ നിസ്കരിച്ചോന്നല്ല അല്ലേ? അല്ല. ഞാനിങ്ങനെ വിചാരിക്കും ആളുകൾ ഉള്ളിന്റെ ഉള്ളി പോരാ പറഞ്ഞാൽ തന്നെ, വീടിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളായില്ല, പിന്നെ കക്കൂസുമില്ല. ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വെറുതെ മനുഷ്യനെ പെരുപ്പിച്ച് പറയാം അല്ലേ? ഇവിടെ പെരിങ്ങത്തൂര് ദർഗയില് ഈ 10 ദിവസം നിരങ്ങാൻ ഒരു കോളില്ല, ഇനിയല്ലോ പർദ്ദ ധരിക്കേണ്ട പെണ്ണുങ്ങൾക്ക്. അപ്പൊ ഉള്ളിന്റെ ഉള്ളില്ല. പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ മാത്രം ഉള്ളിന്റെ ഉള്ളിൽ, അല്ലാത്തപ്പൊക്കെ പുറത്തിന്റെ പുറത്ത്. തിരക്കേടില്ല, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അല്ലേ? ഏതുപോലെ നിങ്ങൾക്ക് ആലോചിക്കുക, ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടി സുന്നിയാണെങ്കിൽ ഓളോട് റെഡി വെള്ളിയാഴ്ച നമുക്കൊന്ന് പള്ളിയിൽ പോവാം. അപ്പോഴേ ഞാനില്ല, ഹറാം, നരകത്തിലൊക്കെ ആയി പോകുന്ന അറിയും. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറുപ്പക്കാരൻ കാണും, ആ മമ്മൂട്ടിന്റെ സിനിമ ഉണ്ട് വന്നിട്ട്. അങ്ങനെ വീട്ടിൽ ചെല്ലു, മോളെ നമുക്ക് ഇന്നൊരു സിനിമക്ക് എന്ന് പറയുമ്പോഴേ കോള് ഗേറ്റിലെത്തിക്ക്. അപ്പൊ കാണാനില്ല, എവിടെ പോയി? അല്ല നിങ്ങളല്ലേ സിനിമക്ക് തന്നെ. ഞാൻ ചാടിയതാ സിനിമക്ക്. അപ്പൊ ഹറാമില്ല. പള്ളിയിൽ പോകാൻ തന്നെ 10 നീളായിരുന്നു ഓളെ നാവിന്, ഹറാമ്. സിനിമക്ക് പോകാൻ തന്നെ ഓള ആദ്യം തിയേറ്ററിലെത്തി, ഹറാമില്ല. ഇന്റർസിറ്റിയില് കണ്ണൂരിൽ നിന്ന് രാവിലെ കയറ്റി വിടുക, നോ പ്രോബ്ലം. 8 മണിക്കൂറുള്ള യാത്ര എറണാകുളത്തേക്ക്. 2 ആൺകുട്ടികളെ നടുവിൽ മുടങ്ങി പെടുന്ന സേഫ്റ്റി ആട്ടോ. അതേ മകള് വ്യാഴാഴ്ച ലീവിന് വന്നിട്ട് വെള്ളിയാഴ്ച ബാപ്പാനോട് പള്ളിയിൽ പൊട്ടയച്ച ബാബറി അറാമിക്ക് പോരല്ലേ, സ്വർഗത്തിലായി പോട്ടോ. മറ്റേത് നോ പ്രോബ്ലം. ദർഗയെ പോകാം, കല്യാണ വീട്ടിൽ പോകാം, ഷോപ്പിംഗ് കോംപ്ലക്സ് പോകാം, പ്രശ്നമൊന്നുമില്ല. പള്ളിയിൽ പുരുഷന്റെ കൂടെ ഭർത്താവിന്റെ കൂടെ രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി നിസ്കരിച്ച ഹറാം. പക്ഷേ മറിയം ബീവി പള്ളിയിലായിരുന്നു. ഞാൻ അങ്ങോട്ടാ വരുന്നത്. ആ മിഹ്റാബിലിരുന്ന മറിയം ബീവിനോട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എവിടുന്ന് കിട്ടിയത് ഈ ഭക്ഷണം? അപ്പോ ആകാശത്ത് പടച്ചോൻ ഇറക്കി തന്നതാണ്. ഞാൻ ഈ സംഭവം വായിക്കുമ്പോൾ എനിക്ക് രസകരമായ ഒരു പോയിന്റ് തോന്നാറില്ല, നിങ്ങളോട് പറയാൻ. ഇന്നെങ്ങാനും പെരിങ്ങത്തൂർ പള്ളിയിലെ മിഹ്റാബിൽ ഒരു മറിയക്കുട്ടി വന്നിരുന്നു എന്ന് കൂട്ടിക്കൊടി, തല്ലല്ലേ പറയാണ് കേട്ടോ, വന്നിരുന്നു എന്ന് വിചാരിക്കുക. മാത്രമല്ല ആകാശത്ത് നോക്ക് ഭക്ഷണം ഇറങ്ങുന്ന അവിടുത്തെ മുസ്ലിയാർ കാണുന്നുണ്ട് എന്നും വിചാരിക്കുക. എന്നാ പിന്നെ അവിടെ നിൽക്കാറൊന്നും ഉണ്ടാവില്ല. പിന്നെ മറിയം ബീവിനോടാവും ദയർക്കല്. കാരണം കറാമത്ത് കണ്ടുപോയല്ലോ, ഭയങ്കര കറാമത്തല്ലേ, പിന്നെ പടച്ചോൻ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ സക്കരിയ നബിയുടെ പ്രത്യേകത എന്തറിയോ? ഈ കറാമത്ത് കണ്ടപ്പോ സക്കരിയ നബി എവിടുന്ന് കിട്ടി? അപ്പൊ ഒരു പടച്ചോൻ ഇറക്കി തന്നതാണ്. അപ്പൊ സക്കരിയ നബി ഉടനെ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്തറിയോ? ഇവിടെ കറാമത്തുള്ള ചെങ്ങാഴ്ചനോട് ചോദിക്കാന്നാ? അല്ല. മറിയം ബീവിയോട് ചോദിക്കാന്നാ? അല്ല. പിന്നെയോ മറിയം ബീവിക്ക് ആരാണോ ഭക്ഷണം ഇറക്കി കൊടുത്ത ആ റബ്ബേ എനിക്ക് കുട്ടികളെ തരൂ. അതുകൊണ്ട് ഹുനാലിക ദാ സക്കരിയ റബ്ബഹു
ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. പടച്ചോനെ അവിടെ വെച്ച് എന്നെ സക്കറിയ നബി പ്രാർത്ഥിച്ചു എന്നാ, പടച്ചോനെ എനിക്ക് കുട്ടികളെ തരണേ എന്ന്. കണ്ടോ, അല്ലാതെ മറിയം ബീവിനോട് തേടുകയല്ല. നമ്മൾ പറയാറുള്ള എന്താ, അമ്പിയാക്കളത്തെ മൂജിതത്ത് കൊണ്ട് ഔലിയാക്കളത്തെ കറാമത്ത് കൊണ്ട് ചോദിച്ചൂടേതാ, ചോദിച്ചൂടാ. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഈ വാദങ്ങൾക്ക് എവിടെ കിട്ടി? അമ്പിയാക്കൾ കൊടുത്ത മൂജിതത്ത് കൊണ്ട് നിങ്ങൾ സായം തോടിച്ചോളി, പ്രാർത്ഥിച്ചോളി എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഹാബികളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. നിങ്ങളെ മനസ്സിലാക്കല് ദീന അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സിലാക്കല് ആരും മനസ്സിലാക്കണ്ട. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരു മനസ്സിലാക്കല് നമുക്ക് വേണ്ട. നമ്മൾ അള്ളാഹിനെ ദീന പഠിപ്പിക്കണ്ട കേട്ടോ. അപ്പോ അത് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹ് വിവരമുള്ളവർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മരിപ്പിച്ചു. എന്നിട്ട് 100 കൊല്ലം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ജീവിപ്പിച്ചു അള്ളാഹ്. ശരിക്കും ശ്രദ്ധിച്ചോളി, ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 259 സൂക്തം 2, 5, 9. ഈ സൂക്തത്തിൽ പറയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുകൂടെ ഫലസ്തീൻ തകർന്ന് തരിപ്പണമായി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുമ്പോ ഒരു പ്രഭാതത്തിൽ ഒരാൾ അതുവഴി കടന്നുപോയി. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, പടച്ചോനെ, ഈ നശിപ്പിക്കപ്പെട്ട ആളുകളെയും ഈ നശിപ്പിക്കപ്പെട്ട പ്രദേശത്തെയും നീ എങ്ങനെയാ നാഥ പുനർജീവിപ്പിക്കുക? ഒരാത്മഗതം. അപ്പൊ തന്നെ അള്ളാഹു അയാളെ മരിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടോ 100 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തെ ജീവിപ്പിച്ചു. എത്ര? 100 കൊല്ലം ജീവിപ്പിച്ചിട്ട് അള്ളാഹു കഴിച്ചു. അല്ല, എത്ര ഉറങ്ങിക്കിടന്നു, മരിച്ചു കിടന്നു? അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം എന്ന് പറഞ്ഞു. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം. അപ്പൊ അള്ളാഹ് പറയാ, ഇല്ല കേട്ടോ, 100 കൊല്ലം മരിച്ചു കിടന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ദാ നോക്ക്, ബൈത്തുൽ മുഖദ്ദസും പരിസരമൊക്കെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കും. ഇനിയോ, നീ സഞ്ചരിച്ച ഒട്ടകത്തെ കണ്ടോ? നീ അതാ ആ കിടക്കണ എല്ലാണ്, എല്ലാ ഈ നുരുമ്പി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുക. അന്ന് നീ കൊണ്ടുവന്ന ഭക്ഷണം കണ്ടേ നിനക്ക്? ഇതാ നോക്കിക്കോ, ഞാൻ സംരക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ഒട്ടകത്തെ കഴുതയെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അല്ലേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ്, ഈ ആളാരാ? ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആളാരാണ്? ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു നബി മരിച്ചിട്ട് 100 കൊല്ലം പിന്നിട്ടത് ആ നബി അറിഞ്ഞില്ല, ആ നബി മനസ്സിലാക്കിയില്ല. എന്തൊക്കെ പിന്നീട് ലോകത്ത് സംഭവിച്ചു എന്നത് ഒരു നബിക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ ഖുർആൻ സൂറത്ത് ബഖറയിൽ ഈ സംഭവം ഉദ്ധരിച്ചത്? മരിച്ചത് ഒരു നബിയാണെങ്കിൽ പോലും മരിച്ചതിന് ശേഷം ലോകത്തെടുക്കുന്ന ഒന്നും അറിയാനുള്ള കഴിവില്ല. തലച്ചോറുള്ളവനും ഖുർആൻ വായിക്കുന്നവനോ കിട്ടൂ. ഞങ്ങളൊക്കെ തറാവിയിൽ ബക്കറ മുതൽ ഫാത്തിഹ വരെ ഓതി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗവും എന്താ പറഞ്ഞ ഞങ്ങൾക്കറിയാം. പിന്നെ അലന്തറ കൈഫാല റബ്ബുക ബിസ്ഹാബിൽ ഫീൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. നിങ്ങൾ ഏതാ മഗ്രിബിന് ഓതി? ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ അല്ലാഹു അഹദ്. ഇശാഖോ ഖുൽ അല്ലാഹു അഹദ് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. തറാവീഹ് നിങ്ങൾ എത്ര നിസ്കരിക്കേണ്ട? 23. ഏതാ ഓതല്? ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ അല്ലാഹു അഹദ്.